കോഴിക്കോട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലും ഈ ഐശ്വര്യത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എത്ര റീലുകളിലാണ് ഇത് കണ്ടിട്ട് കൊതിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ഈ ബീച്ചുകളിലൊന്നും ഇങ്ങനെ ഐശ്വര്യത്തിൽ വിൽക്കുന്നവരുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണത്തെ എൻ്റെ വിസിറ്റിൽ എനിക്ക് സാധിച്ചു കേട്ടോ. ഐശ്വര്യത്തിൽ നോക്കി നടന്ന് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അത് കഴിച്ചു. ആളിങ്ങനെ കോരിക്കോരി ഇടുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടാ മതി ഇങ്ങോട്ട് തായോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അത്രയ്ക്ക് കൊതിയായിരുന്നു എനിക്ക് ഐശ്വര്യത്തിൽ ഒന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ അവസാനം ഒന്ന് നടന്നു. എന്ത് ടേസ്റ്റായിരുന്നു. ഐശ്വര്യത്തിക്ക് പ്രേമികളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വലിയ നമ്മളങ്ങനെ വിചാരിക്കുന്ന പോലെ രുചിയല്ല. ഇത് ഐശ്വര്യത്തി ഒരു വികാരമാണ്, അല്ലെങ്കിൽ അത് കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹമില്ല, അതിനാണ് ആ ഒരു പ്രാധാന്യം തോന്നി. കോഴിക്കോട് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ ഐശ്വര്യത്തി ഉണ്ടാവും? ഇവിടെ കൊച്ചിയിൽ ഞാൻ കണ്ടിട്ടില്ല, ഐശ്വര്യത്തി ഉള്ളത് കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തതാണോന്ന് അറിയില്ല. ഇതെന്തായാലും കോഴിക്കോടുകാരുടെ സ്വന്തം ഐശ്വര്യത്തി തന്നെ ആവാനാണ് വഴി.